ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു കിഡിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. വാഗമണിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ പൂൾ റിസോർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. കേരളത്തിൽ അഫോർഡബിൾ ബഡ്ജറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ പൂൾ റിസോർട്ടുകളാണ് നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ മിസ്സാവാതിരിക്കാനും ഇതുപോലുള്ള കിഡിലൻ വീഡിയോസിനുമായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. ടൗണിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാറിയാണ് ഈ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വിന്റേജ് കാറും കൊടുത്തു. വന്നപ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. ഇവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത റൂം. ഈ റിസോർട്ടിൽ തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള റൂമാണിത്. കുറഞ്ഞ റൂമാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുള്ളതും നല്ല സ്പേഷ്യസും ആയിരുന്നു. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും ആയിരുന്നു ഇവിടെ ഉള്ളത്. റൂമിൽ വന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ നേരെ പുറത്തോട്ടിറങ്ങി. നല്ല മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇവിടുത്തെ എക്കണോമി റൂമിലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഡിഫറെന്റ് കാറ്റഗറി റൂം അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഗ്രീനറി ആണ് കേട്ടോ ഇവിടെ. മാത്രമല്ല അത്യാവശ്യം നല്ല വ്യൂവും കിട്ടുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഒട്ടും താമസിച്ചില്ല. പിന്നെ നമ്മൾ പോയത് ഇവിടുത്തെ പൂളിലേക്കാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൂളായിരുന്നു. മാത്രമല്ല അധികം ക്ലോറിനൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ചില റിസോർട്ടിലൊക്കെ പോകുമ്പോൾ പൂളിൽ ഇറങ്ങുമ്പോഴേ കണ്ണ് തീരാൻ തുടങ്ങും. അത്യാവശ്യം നല്ല ക്ലോറിൻ ഇട്ടിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. മെയിൻ പൂളും അതുപോലെ തന്നെ കിഡ്സ് പൂളും ഉണ്ടായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയായിരുന്നു ഇവിടുത്തെ വാഷ്റൂമും ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. പൂളിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു റെയിൻ ഡാൻസ് ഏരിയ ഉണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. വൈകിട്ട് നിങ്ങൾക്ക് മഴയത്ത് പാട്ടൊക്കെ കേട്ട് ഡാൻസ് ചെയ്യാം. പൂളിൽ നിന്ന് കയറി റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാനാണ് പോയത്. വൈകിട്ടത്തെ ടീ സ്നാക്സ് ഈ ബുക്കിങ്ങിനൊപ്പം കോംപ്ലിമെന്ററി ആയിരുന്നു. ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോയത്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അത്യാവശ്യം കൂടിയിരുന്ന് വർത്താനം പറയാനും ഇവിടുത്തെ ഗ്രീനറിയൊക്കെ ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ ബിൽഡിംഗ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ലേക്കും ഉണ്ട്. ഇവിടെ ഒന്ന് നോക്കിയാൽ വാഗമൺ ടൗണിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ഇൻഡോർ ഗെയിം ഏരിയയിലേക്കാണ്. ടേബിൾ ടെന്നീസ്, ക്യാരംസ്, അതുപോലെ ബില്ലിയാർഡ്സും ആണ് ഇവിടെ ഇൻഡോർ ഗെയിംസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ടുള്ള സ്റ്റാൻഡേർഡ് ലാർജ് എന്ന റൂമിലായിരുന്നു ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തപ്പോൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന ഒരു റൂമായിരുന്നു അത്. ഇതിനടുത്ത് തന്നെയായിട്ട് ചെറിയൊരു കിഡ്സ് പ്ലേ ഏരിയയും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഗമണിൽ പൊതുവെ അത്യാവശ്യം ഏരിയ ഉള്ളതും കിഡ്സ് പ്ലേ ഏരിയ ഉള്ള റിസോർട്ടുകളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒന്നാണ്. ഇതാണ് ഇവിടുത്തെ കോട്ടേജ് റൂം വരുന്നത്. അത്യാവശ്യം പ്രൈവസി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കോട്ടേജ് റൂം കൺസിഡർ ചെയ്യാവുന്നതാണ്. AC നോൺ AC കാറ്റഗറിയിലായിട്ട് ഇവിടെ കോട്ടേജസ് അവൈലബിൾ ആണ്. ഒരുപാട് റൂം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് ഇവിടെ ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെന്ററി ആണ്. ബൊഫേ ടൈപ്പ് ആണ്. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡിന്നറിനും ഇവിടെ ഡിഫറെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ 2 പേർക്ക് 2600 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇതൊരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബുക്കിങ്ങിനായിട്ടുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തായാലും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.